എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സമ്പൂർണ്ണ വർഷഫലം 2025-26 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 മുതൽ 26 വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലം നോക്കാം. ഡെത്ത് കാർഡാണ്. അതേപോലെ കിങ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വോൺസ്, ഏസ് ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, 7 ഓഫ് സോർഡ്സ്. ആദ്യം തന്നെ ഡെത്ത് ആൻഡ് പേജ് ഓഫ് സോർഡ്സ് എനർജിയാണ്. അപ്പോൾ ഡെത്ത് ആൻഡ് റീബേർത്ത് എനർജിയാണ്. അതായത് പല കാര്യങ്ങളും ജീവിതത്തിൽ പര്യവസാനിച്ചു, പുതിയ കാര്യങ്ങളുടെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വർഷത്തെ കാണുന്നത്. ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചില സാഹചര്യങ്ങളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ചില സാധനങ്ങളായിരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു 10-20 വർഷം, 10 കൂടുതൽ വർഷങ്ങളൊക്കെ ആയിട്ടുള്ള ഫ്രിഡ്ജ്, TV അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ലൈഫ് ടൈം അത് തീർന്നു എന്നിരിക്കുന്ന സാധനങ്ങൾ പുതിയത് വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വാങ്ങിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉണ്ടായിട്ട് കാലം കുറേ ആയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു തരത്തിലും ഒരു നല്ലൊരു ബന്ധത്തിനേക്കാൾ കൂടുതൽ എപ്പോഴും അസ്വാരസ്യങ്ങൾ കാര്യങ്ങളാണ്. നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ചില വ്യക്തികൾ, ചില സൗഹൃദങ്ങളായിരിക്കാം, എന്നും കണ്ട് സംസാരിച്ചിരുന്ന വ്യക്തികൾ തമ്മിൽ ഇപ്പോൾ അങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു അവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാവാം. ചിലവരെ സംബന്ധിച്ച് ജോലിയായിരിക്കാം. നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ, നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരു 10 വർഷത്തിലൊക്കെ ആയി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, അവിടെ നിന്ന് ഒരു മാറ്റമാണ്. ഇപ്പോൾ ഒന്നുകിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നു, 10 വർഷങ്ങളോ അതിൽ കൂടുതലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നതാവാം, അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് മാറുന്നതാവാം. ഇനി ഗവൺമെൻറ് ജോലിയിലുള്ളവരാണെങ്കിൽ കൂടി ഒരു ഫീൽഡിൽ നിന്ന് മറ്റൊരു ഫീൽഡിലേക്ക് ടോട്ടലി മാറുന്നുണ്ടാവാം. ബാങ്കിങ് സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മറ്റിടത്തേക്ക് കാലങ്ങളായിട്ട് ഒരിടത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രാൻസ്ഫറോട് കൂടിയ പ്രൊമോഷൻ ആകുമ്പോൾ പ്രൊമോഷൻ വേണ്ടെന്ന് വയ്ക്കുന്നു, ട്രാൻസ്ഫർ പറ്റാത്തത് കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ കരിയറിനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ കുടുംബം നോക്കുന്നതായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് മൊത്തത്തിൽ മാറണം. അപ്പോൾ ജോലി ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്കാവാം, മറ്റൊരിടത്തേക്ക് മാറുന്നതാവാം. ഇനി പ്രൈവറ്റ് ജോലിയിലുള്ളവർ ആളുകളാണെങ്കിലും നിങ്ങൾ മറ്റു രാജ്യത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിലുള്ളൊരു മാറ്റം ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറുന്നുണ്ടാവാം, നിങ്ങൾ ജീവിക്കുന്ന ഇടം മാറുന്നുണ്ട്. അപ്പോൾ ഭാഷ, ജീവിതശൈലി, ഭക്ഷണം, കൾച്ചർ എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു വലിയ മാറ്റമാണ്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് തന്നെ പൂർണ്ണമായിട്ടും മാറുന്നൊരു അന്തരീക്ഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ലൈഫിൽ നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കമാണ്. അപ്പോൾ പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി റെസ്റ്റ്ലെസ് ആയിരിക്കും ഈ ഒരു വർഷം എന്ന് പറയും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പല കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ, മനസ്സിലാക്കാനും ഒക്കെയുള്ള താല്പര്യമുണ്ട്. പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വ്യഗ്രത ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി പുതിയതായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അമിതമായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, ചില കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ, ഉത്കണ്ഠയൊക്കെ കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരേ രീതിയിലാണോ, ഒന്നുകിൽ നിങ്ങളുടെ വീട് അതുപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ് ഒരേ ഇതിൽ തന്നെ നിങ്ങൾ 10, 12, 20 വർഷമൊക്കെ ആയിട്ട് ഒരേ ഇതിൽ തന്നെയാണെങ്കിൽ അതിലെ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക, അറിയുക. ഇപ്പോൾ നിങ്ങൾ ജോലി ഒരു ഫീൽഡിൽ ചെയ്യുന്നവരാണെങ്കിൽ ഫീൽഡ് തന്നെ മാറുന്നുണ്ടാവും.
ട്രെയിനി ആയിട്ട് അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്തിട്ടോ മറ്റൊരു ഫീൽഡിലേക്ക് മാറുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം പിന്നെ ആ ഫീൽഡിലേക്ക് ഒരു പെർമനൻറ്റ് പൊസിഷനിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ കിങ് ഓഫ് ഫോൺസ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജി പൊസിഷൻസ് ഉണ്ട്. അതായത് പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും ഒരു ഉയർന്ന പൊസിഷനിലേക്ക് പോകുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. ചില ആളുകളൊക്കെ പലതും നിങ്ങൾ അർഹിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അർഹിക്കുന്നു, അതിൽ മുന്നേറണം എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്ത് മുന്നേറണം എന്നുള്ളൊരു ആഗ്രഹം മൈൻഡിലുണ്ടെങ്കിലും ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യും, പ്രത്യേകിച്ച് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ അത് റിസ്ക് ആണ്, അതെന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്ത കൊണ്ടിട്ട് അത് തള്ളി ഇപ്പോൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് തള്ളി നിൽക്കുന്ന കാര്യമാണെങ്കിൽ ഫൈനലി ഒരു വർഷം നിങ്ങൾ അതിലേക്ക് ഇറങ്ങുകയാണ് പൂർണ്ണമായിട്ടും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ അതിൽ മനസ്സർപ്പിച്ചിട്ട് ഇറങ്ങുകയാണ്. നിങ്ങളിൽ ചില ആളുകൾ നിങ്ങൾ ഒത്തിരി ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്നുണ്ടാവും, ആ ഒരു ഫീൽഡിൽ നിങ്ങൾ വിജയിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ജോലിയിൽ നിങ്ങൾ അർഹതപ്പെട്ട ആ ഒരു വിജയം നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് യു ആർ ബോൺ ടു ബി എ നാച്ചുറൽ ലീഡർ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ടുന്ന എനർജി അല്ല നിങ്ങൾക്ക്. അപ്പോൾ മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ എന്തായാലും ആരുടെയെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ടൈക്കൂൺ, ഒരു ബിസിനസ് അൾട്രാ സക്സസ്ഫുൾ ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയൊക്കെ നിങ്ങളിലുണ്ട്. പല പല ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ബിഗ് ഐഡിയ ക്ലിക്ക് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എപ്പിക് സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കാര്യങ്ങൾ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വയ്ക്കാതിരുന്നാൽ മാത്രം മതി. അല്ലാതെ വേറെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒന്നും തന്നെ ഇല്ല. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും വയ്ക്കാതെ തന്നെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഒത്തിരി വളരെ ഇൻറ്റ്യൂട്ടീവാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാലേക്കൂട്ടി അറിയാനും കാണാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് തിങ്കിങ്ങോ ടെൻഷൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതിങ്ങനെ ആവുമോ, പലപ്പോഴും നിങ്ങൾ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിനേക്കാൾ നല്ലത് ഇതായിരിക്കും, ഫ്യൂച്ചറിലേക്ക് ഇതായിരിക്കും മുന്നേറുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു വിഷൻ, അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ, ഒരു അവബോധം നിങ്ങളുടെ ഉള്ളിൽ വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. അതേപോലെ കിങ് ഓഫ് വോൺസ് ആൻഡ് 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ളവരായിട്ട് സംസാരിക്കുക, കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെ ഇപ്പോൾ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പൊതുവേ ബിസിനസ്സിൻ്റെ കഥകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചില സിനിമകളായിരിക്കാം കണ്ടിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ടെൻഷനാണ്. അപ്പം മറ്റുള്ളവർ നിങ്ങളുടേത് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുമോ പറ്റിക്കുമോ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ. അത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാം. ബെറ്റർ പാർട്ട്ണർഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി കണക്ഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കണമെന്നുള്ളതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്താണോ, അതായത് ഒരു പരിധി വരെയുള്ള ആളുകൾ എല്ലാവരും ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കാണാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ലീഗലി സിറ്റുവേഷൻസ് എന്തെങ്കിലും അങ്ങനെ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ബിസിനസ് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ ആരായിരിക്കും ഉത്തരവാദി, എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, മണി അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് സംസാരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. വലിയൊരു ഹയർ പൊസിഷനിലേക്ക് എത്തുന്ന ഒരു ബിസിനസ്സിലായാലും ജോലിയിലായാലും പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. കൂടുതലായിട്ട് ബിസിനസ് എനർജി ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാകുന്നു. മാത്രമല്ല ബിസിനസ് വിപുലീകരിക്കാനും മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലേക്കൊക്കെ വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും ഇത് വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാലും ഒരു പരിധിവരെ ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ ഈസ് ഓഫ് സോഡ്സ് ആൻഡ് പേജ് ഓഫ് സോഡ്സ് സ്ട്രോങ് എനർജി കണക്ഷൻസ്. ഇവിടെ കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ ശ്രമിക്കുക, നിങ്ങളുടെ ഐഡിയാസ് ക്ലിക്ക് ആവുന്നുണ്ട്. പിന്നെ ജോലിയിലാണെങ്കിലും ഇതുപോലെ ഉയരത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ബിസിനസ് ചെയ്താലാണ് നിങ്ങൾ പിടിച്ചാൽ കിട്ടാത്തൊരു എനർജി. നിങ്ങളിനി ഒരു വീട്ടമ്മയാണെങ്കിൽ, റിട്ടയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും ബിസിനസ്സിൽ പോകാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ഈ ഒരു വർഷക്കാലം. ആലോചിക്കുക, സമയമുണ്ട്, സമയമെടുത്ത് ആലോചിച്ചിട്ട് പോവുക. വിദ്യാർത്ഥിയാണെങ്കിൽ കൂടിയും അതിനുള്ള ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ സമയം ഉപയോഗപ്പെടുത്തിയ നിങ്ങൾക്ക് പറ്റിയൊരു രീതിയിൽ എന്താണ് വേണ്ടതെന്നുള്ളത് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ് ഈ ഒരു വർഷക്കാലം സൂചിപ്പിക്കുന്നത്.
അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട് ഫ്യൂച്ചർ, അതുകൊണ്ട് അതും പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.